ആകെ പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ. അമേരിക്ക ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ടാണ്. ഫ്രാൻസും ഇടഞ്ഞു നിൽക്കുന്നു. അറബ് രാജ്യങ്ങളിൽ സൗദിയോടായിരുന്നു ചങ്ങാത്തം. ഇപ്പോൾ സൗദിയും കൈവിട്ടിരിക്കുന്നു. ലെബനനിൽ കരയുദ്ധത്തിൽ ഇസ്രായേലിന് കൈപൊള്ളി. തിരക്കെട്ടെടുത്ത തീരുമാനം തിരിച്ചടിയായി. ഇസ്രായേൽ സൈന്യത്തെ ഇവിടെ ഹിസ്ബുള്ള വളഞ്ഞിട്ടാക്രമിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനം ലെബനൻ നടത്തിയെങ്കിലും പിന്നീട് പിൻവാങ്ങി. ഗസയിൽ ഹമാസിൻ്റെ ശക്തി ചോരുന്നില്ല. മേധാവികളെയെല്ലാം നശിപ്പിച്ചിട്ടും പ്രതിരോധവുമായി ഹമാസ് മുന്നോട്ട് തന്നെ. ഇറാൻ ഏത് നിമിഷവും തിരിച്ചടിക്കും. ട്രംപിൻ്റെ യു-ടേണാണ് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായത്. അതിനിടെയാണ് ലെബനനിൽ എങ്ങനെയും വെടിനിർത്തൽ വേണമെന്ന നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഗസയിലും ലെബനനിലും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 80-ലേറെ പേരാണ് മരിച്ചത്. ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം ശക്തമായിരിക്കെയാണ് വെടിനിർത്തൽ നീക്കം. പിന്തുണ തേടി നെതന്യാഹുവിൻ്റെ വിശ്വസ്തൻ റഷ്യ സന്ദർശിച്ചു എന്നാണ് റിപ്പോർട്ട്. അമേരിക്കയും ഇസ്രായേലും ലെബനൻ സർക്കാരും ചേർന്ന് വെടിനിർത്തൽ നിർദ്ദേശത്തിന് രൂപം നൽകിയതായി അതിനിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതായും മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നു. എന്നാൽ ഇക്കാര്യത്തോട് ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടില്ല. ഇതോടെയാണ് ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റഷ്യയുടെ പിന്തുണ തേടി നെതന്യാഹുവിൻ്റെ വിശ്വസ്തനും ഇസ്രായേൽ സ്ട്രാറ്റജിക് വകുപ്പ് മന്ത്രിയുമായ ഡോൺ ഡെർമർ കഴിഞ്ഞ ദിവസം മോസ്കോ സന്ദർശിച്ചത്. ഇപ്പോൾ അമേരിക്കൻ സന്ദർശനം നടത്തുന്ന ഡോൺ ഡെർമർ US സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ, US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ എന്നിവരുമായും ചർച്ച നടത്തി. ലെബനൻ വെടിനിർത്തലിന് പുറമെ ഗസയിലേക്ക് കൂടുതൽ സഹായം നൽകുന്നതും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പരിഗണിക്കും. ഹിസ്ബുള്ളയുടെ പേജർ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസ് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം. ഗസ യുദ്ധം 400 ദിവസം പിന്നിട്ടിട്ടും സിവിലിയൻ കുരുതി വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ ഗസയിൽ 53 പേരെയും ലെബനിൽ 38 പേരെയും വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ കൊലപ്പെടുത്തി. വടക്കൻ ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ടാണ് 33 പേരെ കൊലപ്പെടുത്തിയത്. ലെബനനിലെ വടക്കൻ ബെയ്റൂത്തിൽ അൽമാദ് ഗ്രാമത്തിലാണ് 20 പേർ കൊല്ലപ്പെട്ടത്. ഗൗരവമുള്ള ഇടപെടലുണ്ടായാൽ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കുമെന്ന് ഖത്തറിന് പിന്നാലെ ഈജിപ്തും വെളിപ്പെടുത്തി രംഗത്ത് വന്നു. ഹൈഫയിലെ നാവിക കേന്ദ്രത്തിന് നേർക്ക് നടന്ന മിസൈൽ ആക്രമണത്തിൽ വലിയ ആൾനാശം വരുത്തിയതായി അതിനിടെ ഹിസ്ബുള്ള അറിയിക്കുകയും ചെയ്തു.